നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് തിരുവല്ല പൊടിയാടിയിലാണ്. പൊടിയാടിയിലൂടെ വരുമ്പോൾ ഒരു 60 രൂപയ്ക്ക് പച്ചക്കറി കിറ്റ് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ട്. ചേട്ടൻ്റെ പേര് സുനീഷ് എന്നാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ആ പുള്ളിക്കാരൻ 60 രൂപയ്ക്കാണ്, വെറും 10 രൂപ ലാഭത്തിലാണ് ഈ പച്ചക്കറി വിൽക്കുന്നത്. ദിവസം 70-60 കിറ്റുകൾ വിൽക്കാറുണ്ട്. വളരെ ലാഭമാണ്, മേടിക്കുന്നവർക്ക് വളരെ ലാഭമാണ്. ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് വളരെ, ഇവിടെ പോകുന്ന ആൾക്കാർക്ക് മേടിക്കാൻ സാധിക്കുന്നെങ്കിൽ മേടിക്കുക, വളരെ ലാഭമാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാം. ഞാനൊരെണ്ണം കൊടുത്തിട്ട് പേപ്പറൊക്കെ വന്നായിരുന്നു. മെയിൻ്റനൻസിന് പൈസ കൊടുക്കുന്നുണ്ട്. പേരെന്താ? സുനീഷ്. എൻ്റെ പേര് സുനീഷാണ്. ഈ എങ്ങനെ മുതലാണ് ഈ 60 രൂപയ്ക്ക്? 2 കൊല്ലമായിട്ട് നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 2 കൊല്ലമായിട്ട്. അപ്പം പിന്നെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ആ വില കൂടിയാലും അവർ ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ആ വിലയ്ക്ക് തന്നെ തരും. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, 60 രൂപയുടെ സാധനമേ ഉള്ളൂ. ചിലർ വന്നിട്ട് ചേന, ചേമ്പ് എല്ലാം ചെയ്യുന്നു. ചേനയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്നു. 60 രൂപ സാധനം എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അമിതമായിട്ടുള്ള ലാഭം കിട്ടുന്നുണ്ടോ? അതോ 10 രൂപയേ ഉള്ളൂ നമുക്ക് ലാഭം. പിന്നെ 10 രൂപയുള്ള ലാഭം. എത്ര എണ്ണം വിൽക്കും ഒരു ദിവസം? ഒരു ദിവസം ഒരു 60 രൂപ എണ്ണം വരും. 60 ഒരു ദിവസം. ഈ 600 രൂപ ചിലവോ? വീടടുത്ത് തന്നെ. എന്തോ? വീടടുത്ത് തന്നെ. അല്ല, ഈ വണ്ടിക്കൂലി ഉണ്ടോ ഇത് കൊണ്ടുവരുന്നതിന്? അല്ല, അതെല്ലാം ഒരുമിച്ചല്ലേ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുവരും. എവിടെ നിന്ന് എടുക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ നാടൻ ഇത് തന്നെ? ചങ്ങനാശ്ശേരി. അല്ല, ഞാൻ ഇത് 60 രൂപയ്ക്ക് വിൽക്കുന്നത് നമ്മുടെ എവിടെയും കണ്ടിട്ടില്ല. 60 രൂപയ്ക്ക് പച്ചക്കറി വിൽക്കുന്നത് 2 കൊല്ലമായിട്ട് 60 രൂപയ്ക്ക് നമ്മൾ ഇവിടെ തന്നെ. 2 കൊല്ലമായിട്ട്. ഇതിനകത്ത് എന്തൊക്കെ കുറവാണ്? ഇത് ഇപ്പം ഒരു അവിയൽ വെക്കാനുള്ള സാധനം ഉണ്ട്. അവിയൽ, സാമ്പാർ വയ്ക്കാൻ സാധനം ഇല്ല. സാമ്പാർ വെക്കാനും ഉണ്ട്. പിന്നെ ഇത് എല്ലാം വിറ്റ് പോവോ? എല്ലാം ഒരു ദിവസം കൊണ്ട്? കൊള്ളാം കേട്ടോ. ഇത് ജീവിക്കാനുള്ള ഇതിനകത്ത് ഒപ്പിക്കാമല്ലേ? ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത്. എന്തായാലും